അഫീഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. വെൽക്കം അഫീഫ്, വളരെ സന്തോഷം. ഹലോ ഹലോ അഫീഫെ, ഇവിടെ പല സുഹൃത്തുക്കളും വന്ന് സംസാരിച്ചത് അഫീഫ് കേട്ടതാണ് അല്ലേ, കണ്ടതാണ്. നമ്മളിപ്പം ഒരു നമ്മുടെ വീട്ടിലോ നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ ഇരുന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, പബ്ലിക് സ്പേസിൽ പോയി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടു മറിഞ്ഞും നമ്മളിലേക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് പൊതുവെ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിലേക്കൊക്കെ എല്ലാവരും നമ്മളെ പരിഗണിക്കാറുള്ളത്. ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ സ്വാക്കിൽ വന്ന് നിൽക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അഫീഫിനെ പറ്റി സംസാരിച്ചോളൂ അഫീഫ് തന്നെ. ഓക്കെ. അപ്പോൾ ഞാൻ പബ്ലിക് കഫേ എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കലി ഇറങ്ങിയിട്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചാനലിൻ്റെ ഒരു ഉടമയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ആക്ച്വലി ഞാൻ തന്നെയാണ് ആങ്കറിങ് ഒക്കെ കൂടുതൽ ചെയ്യാറ്. പിന്നെ ടിപ്പു, ഇവിടുത്തെ എല്ലാവരുടെയും പ്രിയങ്കരനായ ടിപ്പു ആൾസോ നമ്മുടെ ചാനലിലെ ആങ്കേഴ്സാണ്. അങ്ങനെ ഒരുപാട് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആങ്കേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ പബ്ലിക് കഫേ എന്നുള്ള ഒരു ചാനൽ കൊണ്ട്. പിന്നെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ ചാനലിലും അവരവരുടെ ഫേസസ് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫേസ് മാത്രമേ കാണിക്കുന്നെങ്കിൽ എന്നെ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ എന്നെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാലിക്കറ്റുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഫേസസ് ഒക്കെ ഞങ്ങളിതിൽ കൊണ്ടുവരാനും സാധിക്കാറുണ്ട്. ലൈക്ക് വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? എൻ്റെ ഹാപ്പിനെസ് ഇതാണ്, എൻ്റെ ജോലി, എൻ്റെ വർക്ക്. അത് വളരെ പാഷനേറ്റ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ 100% അതിൽ ഡെഡിക്കേറ്റഡ് ആണ്. അത് ചെയ്യുന്ന ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് എത്ര അവേഴ്സ് ആണെങ്കിലും എത്ര വലിയ ഹാർഡ് വർക്ക് അതിൻ്റെ പുറകിലുണ്ടെങ്കിലും അതെനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അതെനിക്കൊരു കഷ്ടപ്പാടായി തോന്നിയിട്ടില്ല. ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്, കഷ്ടപ്പാടില്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതുപോലത്തെ വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്, എന്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം, ഏതാണ് ഇഷ്ടപ്പെട്ട മൂവി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത മൂവി, എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മൾ റിലേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ ആണ് ചെയ്യാറ്. പിന്നെ ആക്ച്വലി എൻ്റെ സെൽഫായിട്ട് ഞാൻ അഫീർ റഹീം എന്ന് പറഞ്ഞിട്ട് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസിനെയാണ് ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ലൈക്ക് കുഡ് യു പ്ലീസ് കോൾ മീ ബാഡ് ബോയ് വിത്തൗട്ട് ബി ആൻഡ് ഡി, ലൈക്ക് ഇപ്പോൾ അങ്ങനെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാത്തിമ ബീനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ലൈക്ക് 2 million+ വീഡിയോസ്. പക്ഷെ ഐ തിങ്ക് കേരളത്തിലുള്ളവർ മാത്രമല്ല കാണുന്നത്, മൊത്തം പബ്ലിക്കലി റിയാക്ഷൻ ടൈപ്പ് ആയതുകൊണ്ട് പബ്ലിക്കലി നാസിം എന്നൊക്കെ അറിയോ, അപ്പൊ അവരൊക്കെ വീഡിയോ കാണുന്ന ലൈക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതായത് നമ്മൾ പറയില്ലേ, വളരെ വ്യത്യസ്തനായി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കേരളത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് മോർ റീച്ച് നമുക്ക് കിട്ടും. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഫോളോവേഴ്സ് കയറുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റീച്ചിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ ഇവിടെ വന്നവരൊക്കെ ഓരോ അവരുടെ സക്സസ്ഫുൾ ആയി പോകുന്നവരാണ് അവരവരുടേതായ രീതിയിൽ അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്, വളരെ സന്തോഷം. ഇതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു വിഷനും കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനി ടൈം നമ്മുടെ മുമ്പിലേക്ക് ഒരു ക്യാമറയുമായി ഒരു മൈക്കുമായിട്ട് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നൽകാനായിട്ട്. ഞങ്ങളൊരു പുരസ്കാരം നൽകാൻ സ്വാക്കിന്റെ ടീം ഒരു പുരസ്കാരം നൽകുന്നു. ഇതുപോലെ ഇന്നോവേറ്റീവായി ചിന്തിക്കുന്ന, അത് ക്രിയേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, അത് പ്രസന്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനുള്ള സ്പേസ് ആണ് സ്വാക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് റെസ്പെക്ട് ചെയ്ത് ഇവിടെ വന്നതിന് വളരെ സന്തോഷം. എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇവിടെ ഉള്ള ഫുഡിന്റെ കാര്യം എന്നോട് ചോദിച്ചില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് തിന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കയറിയേക്ക് തന്നെ അവിടുന്ന് ഒരു ബിസ്ക്കറ്റ് കിട്ടി. പിന്നെ കഴിഞ്ഞ് അജ്മിൻ്റെ പുട്ടും നല്ല ചിക്കൻ കറിയും അത് നന്നായിട്ട് കഴിച്ചു. ഞാൻ ചോദിച്ചു കൈയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഇല്ല, സ്പൂണ് തന്ന്. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് കൈ അങ്ങനെ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അല്ലാതെ ഞാൻ നല്ല അജ്മിൻ്റെ ഫുഡ് നല്ല എന്താ പറയുക വയറ് നിറച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് വരാണ്ട്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ദിവസം അവരെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഐസ്ക്രീം എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ഇങ്ങോട്ട് വന്നൊക്കെ പിന്നെ പേപ്പർ മാത്രമേ തന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈ തോത്താനുള്ളതായിരിക്കും എന്ന്. അപ്പോൾ ലാസ്റ്റിക്ക് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ ദി അമേസിങ് എക്സ്പീരിയൻസ് തന്നതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങളൊരു പുരസ്കാരം കൈമാറുകയാണ്.
ഐ തോട്ട് ഇതിലേ പെട്ടെന്ന് വന്നു, ഫുഡ് കൗണ്ടേഴ്സിലേക്കോ സ്റ്റോളിലേക്കോ പോകാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ടാണ് ഞാനത് ഹോൾഡ് ചെയ്തത്. ബട്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഓൾ റൈറ്റ്, നമ്മൾ അദ്ദേഹത്തിനുള്ള പുരസ്കാരം കൈമാറുകയാണ്. സ്വാഗതം ചെയ്യുന്നു സ്വാക്കിന്റെ ബഹുമാനായിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ ആരാധനായി പ്രസിഡന്റ് മുസ്തഫ സാറിനെ നല്ലൊരു കൈയടികളുമായി നമുക്ക് വേദിയിലേക്കായി ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ സ്വാക്കിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സും ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. വന്ന് കയറിയപ്പോൾ തന്നെ അദ്ദേഹം പല വിഭവങ്ങളും കഴിച്ച് രുചിച്ചറിഞ്ഞ് പല ബ്രാൻഡുകളും എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് നമ്മളോട് പറയുന്നത്. സമ്മാനം നൽകാനാണ് ഞാൻ ഹീൽ ടീമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഹീൽ ടീം മെമ്പേഴ്സ് ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. ടീം ഹീലിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നൽകാനുള്ളത്. ഹീൽ ടീം, അവരുടെ എല്ലാ ടീം മെമ്പേഴ്സും ദയവായി വേദിയിലേക്ക് വരണം. സ്വാക്കിൻ്റെ പ്രതിനിധികൾ ബഹുമാനായിട്ടുള്ള ഹനീഫ സർ, അതോടൊപ്പം തന്നെ ജാബിർ സർ, എല്ലാവരും ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു പുരസ്കാരം സ്വാക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ ഏറ്റവും മികച്ച ഇൻഫ്ലുവൻസേഴ്സിനുള്ള പുരസ്കാരം ഇവിടെ വെച്ച് കൈമാറുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എപ്പോഴും പബ്ലിക് റിലേഷൻഷിപ്പിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുമായിട്ട് ഇടപഴകി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയാൻ ഒരു ചങ്കൂറ്റം വേണം അതിന്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. എല്ലാവരും ഓൺ എഫ് പ്ലസ് എവരിബഡി. താങ്ക് യു സോ മച്ച്, യു ആർ അമേസിങ്, വണ്ടർഫുൾ ജോബ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഹീൽ ടീം നൽകുന്ന ഒരു സ്നേഹ സമ്മാനം കൂടി കൈമാറാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഹീൽ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹ സമ്മാനം കൂടി അദ്ദേഹത്തിന് കൈമാറുന്നു. ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ നമുക്കൊപ്പം പങ്കുചേരാൻ ഇനി ഒരാളെ കൂടി എനിക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാനുണ്ട്. ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ നമുക്കൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം, പരിചയപ്പെടാം. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു സക്സസ് ജേർണി നമ്മളുമായി പങ്കുവെക്കാനുണ്ടായിരിക്കും. സോ